കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ എന്ത് നല്ല കാര്യം സംഭവിച്ചാലും മനോരമയുടെ ഒരു മനോരോഗ പ്രവർത്തനമുണ്ട്. നിങ്ങൾ അത് കാണണം. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ ആശുപത്രിയിൽ നിന്ന് അതിമനോഹരമായ ഒരു ദൃശ്യം ഇന്നലെ പുറത്തേക്ക് വന്നു. അവിടെ കാഷ്വാലിറ്റിയിലേക്ക് നെഞ്ചുവേദന എടുത്ത ഒരു രോഗിയെ കൊണ്ടുവരികയാണ്. ആ രോഗിയെ അടിയന്തരമായ ഐസിയുയിലേക്ക് മാറ്റണം. ഐസിയുയിലേക്ക് മാറ്റേണ്ട സന്ദർഭത്തിൽ ആംബുലൻസ് ഡ്രൈവർമാർ അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അതിനെക്കുറിച്ച് പിന്നാലെ പറയാം എന്തുകൊണ്ട് അവൈലബിൾ അല്ലായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ ഉടനടി ആ രോഗിയെ അടിയന്തരമായ ഐസിയുയിലേക്ക് മാറ്റാൻ ഇതേ ഹോസ്പിറ്റലിന്റെ തൊട്ടപ്പുറത്ത് ഒരു 300 മീറ്റർ 400 മീറ്റർ അപ്പുറത്തുള്ള ഐസിയുയിലേക്ക് മാറ്റാൻ ആംബുലൻസ് എടുക്കാനായിട്ട് RMO ആയിട്ടുള്ള ഡോക്ടർ ജയകുമാർ തയ്യാറാവുകയാണ്. മനസ്സിലാക്കുക, ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ഉടനടി ഡോക്ടർ തന്നെ ആംബുലൻസ് എടുത്ത് ആ രോഗിയെ ഷിഫ്റ്റ് ചെയ്യാണ് തൊട്ടപ്പുറത്തേക്കുള്ള ഇതേ ഹോസ്പിറ്റലിനകത്ത് തന്നെ. ആ ഒരു വാർത്ത പുറത്തേക്ക് വന്നതിന് പിന്നാലെ മനോരമ ഇന്നത് അച്ചടിച്ചു വെച്ചിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. നിങ്ങൾ നോക്കിയേ, രോഗിയെ ഐസിയുയിൽ എത്തിക്കാൻ ആംബുലൻസ് ഓടിച്ച് RMO എന്ന് പറഞ്ഞാൽ റീജിയണൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയകുമാർ ആണ് ജനറൽ ഹോസ്പിറ്റലിലെ RMO. അദ്ദേഹം ആ ആംബുലൻസ് എടുത്തത് ഒരു കുറ്റം പോലെ പറയാണ്. കാര്യം ആംബുലൻസ് ഡ്രൈവർ ഒന്നുമില്ല, അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, ആരോഗ്യ മേഖല മുഴുവൻ കുത്തഴിഞ്ഞ അവസ്ഥയിലാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനോരമ നടത്തിയിരിക്കുന്ന ഒരു മാങ്കൂട്ടം സിൻഡ്രോമാണ് ഈ കാണുന്നത്. കാര്യം അതിനകത്തിരിക്കുന്ന കുറേയേറെ പേർക്ക്